എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആൻ്റണി ജോഷുവ എന്നാണ്. ഞാനാണ് മൊത്തം ടീമിനെ കോച്ച് ചെയ്യുന്ന കോച്ച്. ശരിക്ക് കോച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഒരു കോച്ച് ഉണ്ട്, ഒറിജിനൽ. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കോച്ചാണല്ലോ. പിള്ളേർ നന്നായി കളിക്കുന്നുണ്ട്. ഞാൻ ഒറിജിനൽ കോച്ച് നമ്മുടെ ലൊക്കേഷനിൽ മൊത്തം ഉണ്ടായിരുന്നു. ജോഫിൽ കോച്ചാണ് ഞങ്ങൾ ബോക്സിംഗ് പഠിച്ചത്. ബോക്സിങ്ങിന്റെ സ്പെല്ലിംഗ് വരെ പറഞ്ഞത് ജോഫിൽ കോച്ചാണ്. കാരണം അവർക്ക് ഒരു ഐഡിയ, സത്യത്തിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. നമ്മൾ ബോക്സിങ് കാണാൻ തുടങ്ങിയത്, ബോക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത് ഞാൻ ഡയറക്ടർ റഹ്മാൻക്കും ജിംഷിക്കും രണ്ടുപേർക്കും ഓൾറെഡി ബോക്സിങ്ങിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ട്രെയിനിങ്ങിനെ കുറിച്ച് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ 3 മണിക്കൂർ ബോക്സിങ്, ഒരു 1 hour വെയിറ്റ് ട്രെയിനിങ് ഇന്ന് ഷിഫാസ് ആയിരുന്നു. അപ്പോൾ ഷിഫാസ് ആയിരുന്നു എല്ലാവരും മസിൽ പരിപാടിയും ബോഡി പരിപാടിയൊക്കെ നോക്കിയിരുന്നത്. ബോക്സിങ് ജോഫിൽ കോച്ചുമായിരുന്നു. അത് ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്തവരൊക്കെ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും പണിയെടുത്ത റിസൾട്ട് തന്നെയാണ് അത്. അതിൽ വേറെ ഒരു ഗിമ്മിക്സും അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ശരിക്കും ബോക്സ് ചെയ്തൊക്കെയാണ്. എനിക്ക് മാത്രമല്ല, കുറേ പേർക്ക് ഇഞ്ചുറി പറ്റിണ്ടായി. എനിക്കും പറ്റുണ്ടായി. എന്താ വെച്ചാൽ പഞ്ച് മാറി ഒരു കമ്പിയിൽ തട്ടിയതാ തോന്നുന്നുണ്ട്. എവിടെ തട്ടിയെന്നൊരു ഐഡിയ ഇല്ല. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുണ്ട്, ഈ പാവത്തിന്റെ 7 ദിവസം അല്ലേ ഒരു കമ്മ്യൂൺ തട്ടിയിട്ട് കുറച്ച് സിവിയർ ആയിരുന്നു. ഇവിടുത്തെ ഒരു ചെറിയ ഫ്രാക്ചർ, ഹെയർലൈൻ ക്രാക്ക് വന്നു. അപ്പോൾ ആ ക്രാക്ക് വെച്ചിട്ടാണ് അത്രയും ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഫുള്ള് ലുക്ക്. ഞാൻ നിന്നോട് പറയിപ്പിച്ചാൽ തോന്നൂല്ലേ അത് അല്ലാട്ടോ. റഹ്മാൻക്ക് ഇങ്ങനെ സിനിമ ചെയ്യുന്നുണ്ട് എന്നോട് വിളിച്ച് പറയുന്നു. മറ്റേ ബോക്സിംഗ് പരിപാടി പിടിക്കുകയാണ്, നെസ്റ്റോട് കഥ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അടിപൊളി. എന്നിട്ട് കട്ടിനെ മുന്നേ വെച്ചല്ല, അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നീ എന്ത് ചെയ്യണം? ഇത് ചെറിയ പിള്ളേരാ പരിപാടിയാണ്, 10-22 വയസ്സ്. അപ്പം നോക്കുമ്പോൾ ഞാൻ ഏകദേശം ആ പ്രായം തന്നെയുള്ളൂ. അപ്പം എന്നെന്തടച്ചിരിക്കണേ അത് പറയാതെ റഹ്മാൻക്ക് ഇല്ല, ഞാനില്ലാത്ത പടം ഷൂട്ട് നടക്കില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തി. ഓക്കെ, ഒരു 10-12 കിലോ കുറക്കും, അങ്ങനെ കുറക്കാം, എന്നാ നീ കൊച്ചിക്കോ. അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ ഇടി കൂടിയിട്ടാണ് കയറുന്നത്.